പ്രൈസ് ഗാഡ്. എൻ്റെ പ്രിയരെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് മുഴുവനും നിങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തി സാധ്യമാകട്ടെ. ദൈവ സാന്നിധ്യം കൂടിയിരുന്ന് ഓരോ നിമിഷവും വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിൽ രാജകൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ കണ്ണുനീരോടെയും ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയുമായിരുന്ന മൊർദെഖായിയെ തകർത്ത് കളയുവാൻ ഹാമാൻ തന്ത്രങ്ങൾ ഒരുക്കിയപ്പോൾ രാജകൊട്ടാരത്തിനകത്ത് അഹശ്വേരോശ് രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി ദിനവൃത്താന്ത പുസ്തകങ്ങൾ എടുപ്പിച്ച ദൈവം എവിടെ മൊർദെഖായിയെ തകർത്ത് കളയുവാൻ ശ്രമിച്ചോ അവിടെ തന്നെ മാനിച്ച ദൈവം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, എന്നേക്കുമായി നശിപ്പിച്ച് കളയുവാൻ, തകർത്ത് കളയുവാൻ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്ന ദാനിയേലിനെ സിംഹക്കൂട്ടിൽ എറിഞ്ഞു കളഞ്ഞെങ്കിൽ അന്ന് രാത്രിയിൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തിയ ദൈവം, ദാനിയേലിനെ സിംഹഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുക. അതേ ദൈവ സാന്നിധ്യം ചില അധികാരികളോട് ഇന്ന് ഇടപെടും. നിങ്ങൾക്ക് അനുകൂലമായ ചില വിധികൾ ഉണ്ടാകും. മുന്നോട്ടുള്ള ഗമനത്തെ പരിശുദ്ധാത്മാവ് സ്ഥിരമാക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. സദൃശ്യവാക്യം 21:1 നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കരത്തിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, അവൻ അത് തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്നു. അതേ പ്രിയ ദൈവപൈതലേ, നിന്നെ എവിടെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതികൾ ഒരുക്കിയോ അവിടെ തന്നെ ചില അധികാരികളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് പുതുവാതിലുകൾ, അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വാതിലുകൾ നിനക്കായി തുറക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ഒട്ടും നിരാശ വേണ്ട. രാജാക്കന്മാരുടെ, അധികാരികളുടെ ഹൃദയങ്ങളോട് ഇടപെടുന്ന സ്വർഗീയ പിതാവിൽ ആശ്രയിച്ചേ. അവൻ്റെ കരം നിനക്ക് അനുകൂലമായി നീട്ടപ്പെട്ടിരിക്കുന്നു. ആ കരത്തെ തടുക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഗോഡ് ബ്ലെസ്.